ഹേമ കമ്മിറ്റിയുടെ അലയൊലികൾ തീരുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പം വന്ന് അവസാനം ഇപ്പം നിവിൻ പോളിക്കെതിരെ ഒരു പീഡന പരാതി വന്നിട്ടുണ്ട്. നിവിൻ പോളി എന്ന ആക്ടർ ഇപ്പോൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല. മാത്രമല്ല, അദ്ദേഹം നിയമപരമായിട്ട് തന്നെ അത് പോരാടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം സ്പോട്ടിൽ തന്നെ, അതായത് ഇതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ സ്പോട്ടിൽ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇപ്പം ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഒന്നെങ്കിൽ അവസരം ചോദിച്ചു, അവസരം കിട്ടാത്തൊരു സാഹചര്യം ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പക പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, നിലവിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാകാം. കാരണം ഒരു പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരാൾക്കെതിരെ ഒരു കേസ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എന്തായാലും ജനപ്രീതി കിട്ടും. ജനപ്രീതി കിട്ടും എന്ന് വിചാരിച്ചായിരിക്കും ചെയ്തത്. പക്ഷേ എന്തായാലും ഈ കേസിൽ എങ്ങാനും എന്നല്ല, ഇത് വാസ്തവമല്ലാത്തൊരു കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത പരാതിക്കാരിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും. അന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു പോപ്പുലറായിട്ടുള്ള ഒരാളെ പറ്റി ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അന്നേരം എടുത്ത് വാർത്താ ചാനലുകളിലും മറ്റുമെല്ലാം ഇത് തിളങ്ങി നിൽക്കുക എന്ന് വേറൊന്നും അല്ലാതെ ഇന്ന പോലെ ചെയ്തു എന്ന് പറയുമ്പോൾ പോപ്പുലറാണ്. 10 പേര് അറിയുന്ന ഒരു മനുഷ്യനാണ്. അപ്പം കാണുന്ന ആൾക്കാർ വിചാരിക്കും, അയ്യോ ശരിയാണല്ലോ, ഇതന്നെ ഇവനിങ്ങനെയൊക്കെ കാണിച്ചത്. പക്ഷേ ശരിക്കും സത്യം എന്താണെന്നുള്ളത് തെളിയാൻ പോകുന്നതേ ഉള്ളൂ. അതെന്തായാലും നിവിൻ പോളി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ അതിന് മറുപടി ഇട്ടിട്ടുണ്ട്. നിയമപരമായിട്ട് തന്നെ നേരിടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തായാലും ഇത്തവണ പരാതി കൊടുത്തിരിക്കുന്ന ആരാണെങ്കിലും സൂക്ഷിച്ചോ. എന്തായാലും തിരിച്ച് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ചുമ്മാ ആവശ്യമില്ലാതെ ആൾക്കാർക്കെതിരെ പരാതി കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്കാണ് ഈ പറയുന്ന നിയമപരമായ രീതിയിൽ ഒരുപാട് മുൻഗണനയുള്ളത്. ആർക്കും ആരെക്കുറിച്ചും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെക്കുറിച്ചൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ജീവിതം തന്നെ തകരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതിപ്പം അത്യാവശ്യം പിടിപാടും ഒക്കെ ഉള്ള മനുഷ്യരൊക്കെ ആണെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കുക. എന്തായാലും നിവിൻ പോളിയുടെ ഒരു കാര്യത്തിൽ ഏകദേശം അദ്ദേഹം ഫൈറ്റ് ചെയ്ത് നിൽക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം തീർച്ച പറഞ്ഞിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യും, ലീഗലി നീങ്ങാൻ പോവുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് മറുപടി ഇട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.